തന്തക്ക് വിളിക്കുക, തള്ളക്ക് വിളിക്കുക, അതുപോലെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ സമാനമായ രൂപത്തിൽ തന്നെ ചിലപ്പോൾ എനിക്കും തിരിച്ചു പറയേണ്ടതായിട്ട് വരും. അങ്ങയെ കാണുന്ന, അങ്ങയെ വിമർശിക്കുന്ന, അങ്ങയെ പിന്തുണക്കുന്ന ഒരുപാട് ആളുകൾ ഈ ക്യാമറയുടെ അപ്പുറത്ത് എൻ്റെയൊക്കെ കാഴ്ചക്കാരായിട്ടുണ്ട്. അവരോട് എന്താണ് കെ.ടി. ജലീൽ എന്നുള്ള പൊളിറ്റീഷ്യൻ, അതല്ലെങ്കിൽ കെ.ടി. ജലീൽ എന്നുള്ള തവനൂരുകാരുടെ സാധാരണക്കാരനായ എം.എൽ.എക്ക് ഒരു സാധാരണക്കാരനായ മനുഷ്യന് പറയാനുള്ളത്? എന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പെശകുകൾ എന്താണ് എന്നുള്ളത് പറയാം. പക്ഷേ അത് മാന്യമായ ഭാഷയിലാവണം എന്നൊരു അഭ്യർത്ഥനയെ എനിക്കുള്ളൂ. ഞാൻ പറയുന്നത് എന്താണ് എന്ന് യഥാവിധി വായിച്ചതിന് ശേഷം വിമർശിക്കുക. തന്തക്ക് വിളിക്കുക, തള്ളക്ക് വിളിക്കുക, അതുപോലെ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ സമാനമായ രൂപത്തിൽ തന്നെ ചിലപ്പോൾ എനിക്കും തിരിച്ചു പറയേണ്ടതായിട്ട് വരും. കാരണം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് വിമർശിച്ച് കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകാം. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു തരത്തിലുള്ള വ്യക്തിപരമായ പകയോ വിദ്വേഷമോ ഇല്ല. ഏതെങ്കിലും പാർട്ടിയോട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനോട് അങ്ങനെ ഒരു ശത്രുതാ മനോഭാവമേ എനിക്കില്ല. മുസ്ലിം ലീഗിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയേണ്ടടുത്ത് ചിലത് പറഞ്ഞാൽ മുസ്ലിം ലീഗ് യഥാവിധി പ്രവർത്തിക്കും. മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന പല പ്രവർത്തകന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇടപെടലുണ്ടായതുകൊണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമായി, അല്ല എങ്കിൽ ഉഴപ്പും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടി ഉഴപ്പിപ്പോകാതിരിക്കാൻ ഒരു മുന്നറിയിപ്പുകാരനെ പോലെ ഞാൻ നടക്കുകയാണ്. അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ, മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നു എങ്കിൽ. അതുകൊണ്ട് നമുക്ക് സൗഹൃദം നിലനിർത്തി, സ്നേഹം നിലനിർത്തി, വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എയ്ത് മുന്നോട്ട് പോകാം. സത്യസന്ധമായിരിക്കണം വിമർശനങ്ങൾ, ആരെയും അധിക്ഷേപിക്കുന്ന രൂപത്തിൽ. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെയുള്ള ഇന്ത്യയിൽ ഫാഷിസത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ സംഘികളാക്കി മുദ്രകുത്തി തെറ്റിദ്ധാരണയുണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി പറയാൻ ആളുകളില്ലാതെ വരും. നമ്മൾ നന്ദി കെട്ടവരാണ് എന്ന് ലോകം നമ്മളെ മുദ്രകുത്തും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പതിതരായ ഒരു ന്യൂനപക്ഷ ജനവിഭാഗത്തെ കൊണ്ടുപോയി തള്ളരുത് എന്ന ഒരു വിനീതമായ റിക്വസ്റ്റോടുകൂടി ഞാൻ ഈ അഭിമുഖത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണ്. തീർച്ചയായും അങ്ങയുടെ വിലപ്പെട്ട സമയത്ത്